ഞാൻ പല്ലി. അപ്പൊ കണ്ടന്റ് ഇങ്ങനെ നോക്കി നടന്നപ്പോ എനിക്ക് തന്നെ തോന്നിയൊരു കണ്ടന്റാണ് ഈ നാടിനെ പറ്റി ഒന്ന് പറയണമെന്ന്. നമ്മൾ 4-5 കൊല്ലമായി ഇവിടെ ജീവിക്കണ്. ഒരു നാടിനെ പറ്റി പറയാൻ മാത്രം കാലം നമ്മൾ ജീവിച്ചിട്ടില്ല. എന്നാലും നമ്മൾ കണ്ടതും കേട്ടതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെറുതായിട്ട് പറയാലോ. ലണ്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാ നാടിന്റെയും മാതിരി തന്നെ നല്ലതും ചീത്തയൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ. അതില്ലാത്തതായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അത് ഇവിടെ ഉണ്ട്. നല്ലതും നല്ല എക്സ്ട്രീം നല്ലതുണ്ട്, അതേപോലെ തന്നെ പിന്നെ ബാഡിന്റെ ആണെങ്കിലും അതിന്റെ എക്സ്ട്രീം ബാഡ് സാധനങ്ങളും എല്ലാ രീതിക്കുള്ളതും ഇവിടെ ഉണ്ട്. അത് മനുഷ്യനായാലും ഉണ്ട്, പ്രൊഡക്റ്റ് ആയാലും ഉണ്ട്. അത് എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ അതല്ലാതെ നല്ല കാര്യങ്ങളാണല്ലോ ഇപ്പൊ നമ്മൾ നോക്കണ്ടേ. അവസരങ്ങളൊക്കെ നോക്കി നടക്കണ കച്ചവടക്കാരൊക്കെ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കാണുന്ന ഈ നാട് നല്ലോണം 24 അവർ എന്ന് പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഉണർന്നിരിക്കുന്ന ഒരു നാടാണ്. സംഗതി മഴക്കാലം തണുപ്പാലൊക്കെ വന്നാൽ 3 മണിയാകുമ്പോക്ക് ഇരുട്ടായാലും ഇവിടെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാല് സെൻട്രത്തെ കാര്യം പറഞ്ഞത്. UK പിന്നെ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നൈറ്റ് ലൈഫ് ഇല്ലാത്ത സ്ഥലം. നൈറ്റ് ലൈഫ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതായത് ലണ്ടൻ സിറ്റി വിട്ടാൽ പിന്നെ നൈറ്റ് ഒന്നും ഇല്ല. 6 മണിയാകുമ്പോഴൊക്കെ കടടച്ചാൽ പിന്നെ കിട്ടൊന്നുമില്ല. അങ്ങനത്തെ സ്ഥലങ്ങളാണ് കൂടുതലും. മെയിൻ സിറ്റിന്റെ കാര്യമാണ് പറയണത്. മാഞ്ചസ്റ്റർ എത്രത്തോളം ആണെന്ന് എനിക്കറിയില്ല. അവിടെ നൈറ്റ് ലൈഫ് ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. അപ്പൊ ഇവിടെ വൈകുന്നേരം ഒരു 11 മണിയാകുമ്പോൾ തുടങ്ങണ ഒരു എക്സ്ട്രീം ക്രൗഡ് ഉണ്ട് സെൻട്രൽ ലണ്ടനിലൊക്കെ. അതായത് 2 മില്യൺ ആൾക്കാരൊക്കെയാണ് 6 മണി മുതൽ പിന്നെ രാവിലെ 6 മണിൻ്റെ ഉള്ളിൽ ലണ്ടനിൽ വീക്കെൻഡിൽ ഉണ്ടാവണമെന്നാണ്. 2 മില്യൺ ആൾക്കാർ, 20 ലക്ഷം ആൾക്കാർ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 20 ലക്ഷം ആൾക്കാർ, ആ ലോകത്ത് വലിയ മാർക്കറ്റുകൾ വേറെ ഉണ്ട്. പക്ഷേ ഈ 20 ലക്ഷം ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം ബിസിനസ് നടക്കുന്ന ഒരു സമയം കൂടിയാണ് നൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതൊരു സാധ്യതയാണ്. ഇവിടെ ഫുഡ് വാങ്ങാനും സ്ഥലമുണ്ട്, ഓർഡർ ചെയ്യാനും ആളുണ്ട്, കൊണ്ടേ കൊടുക്കാനും ആളുണ്ട്, എല്ലാത്തിനും എപ്പോഴും ആളുണ്ട്. ഇതൊരു സാധ്യതയാണ്. അതായത് നമ്മളെ ചെറിയ സമയം, നമ്മളെ ലൈഫിലെ ചെറിയൊരു സമയമാണ് നമുക്ക് കിട്ടാനുള്ളത്. എത്രയും നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ ആ കിട്ടുന്ന സമയത്തിനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 24 അവറിലുള്ള ഒരു പരിപാടികളൊക്കെ റൺ ചെയ്യാൻ ഏറ്റവും നല്ല സിറ്റിയാണ്. പിന്നെ ഒരു സിറ്റിന്റെ നെഗറ്റീവ് ഞാൻ പറയുന്നുണ്ട്. എനിക്ക് വന്ന ഏറ്റവും വലിയ നെഗറ്റീവ് ഒക്കെ ഉണ്ട്. ഷോപ്പിന്റെ ഭാഗമായിട്ടും ബിസിനസ്സിന് ലണ്ടനിലെ ഒരു ബിസിനസ്സുകാരനെ പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒക്കെ ഒരു സാധനം, അത് ലണ്ടനിൽ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതൊരു ബാഡ് തിങ് ആണ്. അത് നമുക്ക് പതുക്കെ പറയാം. ഒരു കാര്യമായിട്ടൊരു സംഭവം നമ്മളെ കടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ലണ്ടൻ സിറ്റിന്റെ ഒരു 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 ബാഡ് തിങ് അത് എല്ലായിടത്തും സംഭവിക്കും ചെയ്യും കേട്ടോ. അത് പ്രതീക്ഷിച്ച് നിൽക്കണം. ഇപ്പം നമ്മൾ ഗുഡാണല്ലോ പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ വഴിക്ക് പോവാം.